നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും വരുന്ന ഡിജി ഡ്രൈവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൂപ്പർ കാറുകൾ എന്ന് പറഞ്ഞാൽ ഏവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് കാണുക, അനുഭവിച്ചറിയുക, അതിനുള്ളിൽ കയറി ഇരിക്കുക, അത് ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലൊരു സൂപ്പർ കാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ കിടക്കുന്ന കോർവെറ്റിൻ്റെ സ്റ്റിംഗ് റേ C8 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡലിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഇത് ഇന്ത്യയിൽ ഈ ഒരു വാഹനം മാത്രമാണ്, ഈ ഒരേ ഒരു വാഹനം മാത്രമാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ഇതിപ്പോൾ ഒമാനിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്, കാർനെറ്റിൽ കൊണ്ടുവന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം. Dreams, I push a mind to a limit where it needs to be. I work like I got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns out with the painful scenes, I need to scream out loud, I can't stop me. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കൺവേർട്ടബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് സാധാരണ കൺവേർട്ടബിൾ ടോപ്പുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ നിർത്തിയിടുന്ന സമയത്താണ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. അതായത് റൂഫ് മുഴുവനായിട്ട് കൺവേർട്ട് ആകുന്നത്, ഓപ്പൺ ആവുന്നത് നിർത്തിയിടുന്ന സമയത്തായിരിക്കും. എന്നാൽ ഈ വണ്ടി പ്രത്യേകത വെച്ചാൽ നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ഇതിൻ്റെ ടോപ്പ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ടോപ്പ് മുഴുവനായി നമുക്ക് മാറ്റി ഓപ്പൺ ആക്കി കൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ പ്രത്യേകത. അതായത് റണ്ണിങ്ങിൽ തന്നെ വാഹനം ഓടുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അത് അതിൻ്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത മുൻഭാഗത്ത് ഈ രണ്ട് ക്യാമറകളാണ്. നമ്മൾ സാധാരണ വാഹനങ്ങളിൽ 360 ക്യാമറകൾ കാണാറുണ്ട്. അതിന് സമാനം അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വാഹനം നമുക്ക് പാർക്ക് ചെയ്യുമ്പോഴും തിരിക്കുന്ന സമയത്തൊക്കെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ ചെറിയ റോഡുകളിലൊക്കെ പോകുമ്പോൾ ഉപകാരപ്പെടുന്നതാണ് 360 ക്യാമറ. ഇത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലേക്കാൾ കുറച്ചുകൂടി നമുക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ക്യാമറകളാണിത്. ഇതിൻ്റെ സവിശേഷത ഒന്ന്, നമുക്ക് വാഹനം ഇത്രയും വലിയ വാഹനമായതുകൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ക്യാമറ ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഈ വാഹനം നമുക്ക് നോക്കുമ്പോൾ പറയുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറഞ്ഞ് താഴ്ന്നു കിടക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നൊരു സംശയം ഇത് നമ്മളുടെ റോഡിലെ ഹമ്പുകളിലൂടെയൊക്കെ പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഹമ്പുകളിലൂടെയൊക്കെ പോകുമോ എന്നറിയാൻ, അതായത് ഹമ്പിന് തൊട്ടടുത്ത് എത്തിയതിന് ശേഷം വാഹനം നിർത്തിയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും തട്ടുമോ ഇല്ലയോ, അതിന് എത്ര ഇതുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് വാഹനത്തിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു മുൻഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട്. അതിൽ നമ്മൾ അമർത്തിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നമുക്ക് കുറേ അധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്പേസാണ്, സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു വാഹനം മിഡ് എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെയാണ് മുൻഭാഗത്ത് ഇങ്ങനെയൊരു സ്പേസ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വന്ന് അറിയാൻ സാധിക്കും, ഇവിടെ ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് ഒരു സെക്യൂരിറ്റി സ്വിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ഒരു വാഹനം ഒരു അമേരിക്കൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ച് നൽകിയിട്ടുള്ളത് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ റൂൾ പ്രകാരം വാഹനത്തിൻ്റെ ഈ ബൂട്ടിലും സ്പേസിലും ഒക്കെ ഇങ്ങനൊരു സ്പേസിലുള്ളത് ഒരു സെക്യൂരിറ്റി സ്വിച്ച് നൽകണമെന്നുണ്ട്. ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ വാഹനത്തിൻ്റെ ഈ ഒരു ഇത് ലോക്ക് ഓപ്പൺ ആവും. അതായത് ആളുകളെ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണം എന്നുള്ളതാണ് അവിടുത്തെ റൂള്. ഒപ്പം തന്നെ കുട്ടികളടക്കമുള്ള ആളുകൾ അവർ ഇതിനകത്ത് പെട്ടുപോയാൽ അല്ല അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ചെറിയ, ഇപ്പം നമുക്ക് തോന്നുന്നൊരു സംശയം ഇത്രയും ചെറിയൊരു സ്പേസിൽ എങ്ങനെ ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷേ ഇത് അമേരിക്കൻ റൂളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്വിച്ച് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അമർത്തുക. ഇവിടെയും ഒരു ചെറുതല്ലാത്ത സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ വെക്കുന്നതിനുള്ള സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ ഈ വാഹനം നേരത്തെ പറഞ്ഞല്ലോ 2 പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ 2 പേർക്ക് ലോങ് ഡ്രൈവ് പോകുന്നതിന് അവരുടെ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളൊക്കെയാണ് നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, മുൻപിലത്തെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം അതുപോലെ അതിൻ്റെ ഒപ്പം എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്. നമ്മൾ ഇങ്ങനെ വെച്ചൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇലക്ട്രിക്കലി അത് ക്ലോസ് ആയിക്കോളും എന്നുള്ളൊരു പ്രത്യേകതയും ഇവിടെ ഉണ്ട്.
വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഒരു എക്സോസ്റ്റ് തന്നെയാണ്. അത് ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. അത് 2 വശത്തും എക്സോസ്റ്റ് ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിനേക്കാൾ നല്ലത് ആ എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് കേൾക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ കീക്കും കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. നോർമലി ലോക്ക് അൺലോക്ക് നമ്മൾ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും കീഴിൽ വരുന്നതാണ്. അതിലുപരി ഇതിലുള്ളത് ഇതിൻ്റെ മുന്നിലത്തെയും പിന്നിലത്തെയും ആ ഒരു ബൂട്ട്, ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ടോപ്പ് ഇത് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുപരി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഈ ഒരു കീ ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അതൊരു വലിയ ഫീച്ചറാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു കീ ഉപയോഗിച്ച് സാധിക്കും. എന്നുള്ളതാണ്. പിന്നെ ഇത് വാഹനം നമ്മൾ എവിടെയെങ്കിലും പാർക്കിങ്ങിലൊക്കെ ഇട്ടതിന് ശേഷം വാഹനം നമുക്ക് മിസ്സിങ് ആകുകയാണെങ്കിൽ ഇത് നമുക്ക് അലാം അടിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ 7 ഫീച്ചേഴ്സ് ഉള്ള ഒരു കീ കൂടിയാണ് ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓവറോൾ ഒന്ന് പരിചയപ്പെടാം. ഈ വാഹനത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മസിൽമാൻ ലുക്കാണ്. അതായത് 2 വശത്തും മറ്റേ മസിലൊക്കെ ഇങ്ങനെ പരിപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഡിസൈനൊക്കെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു 2 വശങ്ങളിലും നമുക്കത് കൃത്യമായി മുൻപിൽ നോക്കുമ്പോൾ കൃത്യമായി ഫീൽ ചെയ്യും. ബാക്കിലും അങ്ങനെ തന്നെയാണ്. ഇനി പ്രധാനമായി നോക്കേണ്ടത് മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ലോഗോ തന്നെയാണ്. കോർവെറ്റിൻ്റെ ലോഗോ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രത്യേകതയുള്ളത് നമ്മൾ കാണുകയാണെങ്കിൽ ഷെവർലയുടെ ഒരു ലോഗോ അതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു വാഹനം, അതായത് ജനറൽ മോട്ടോഴ്സ് ഷെവർലയുടെ ഉടമസ്ഥതയിൽ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെയാണ് ആ ലോഗോയ്ക്കുള്ളിലായിട്ട് ഷെവർലയുടെ ഒരു ലോഗോയും നൽകിയിട്ടുണ്ട്. അതും ഈ മുൻപിലേക്ക് നോക്കുകയാണെങ്കിൽ വാഹനം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു എയറോ ഡൈനാമിക്സ് ഡിസൈനാണ് ഉള്ളത്. പിന്നെ ഇത് ചരിഞ്ഞു പോകുന്ന ഒരു ഡിസൈൻ. അപ്പം 2 ഇരുവശങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ മസിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഹെഡ് ലാമ്പും ആ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് വാഹനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതായത് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു തള്ളി നിൽക്കുന്ന ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഡിസൈനാണ്. അപ്പോൾ ഹെഡ് ലാമ്പും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഡിസൈനൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാമറയുടെ കാര്യം. ആ ക്യാമറയുടെ മുകൾ ഭാഗത്തേക്ക് ഡിസൈൻ പ്രത്യേക രീതിയിലാണ് നൽകിയിട്ടുള്ളത്. താഴേക്ക് പോവുകയാണെങ്കിലും ഇവിടെയൊക്കെ ഒരു എയർ സ്പേസ് നൽകിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വാഹനം സ്പോർട്ടിയാണ്. അതുകൊണ്ട് എയറോ ഡൈനാമിക്സിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു സ്പേസൊക്കെ നൽകിയിട്ടുള്ള ഗ്രില്ലിൻ്റെ സ്പേസൊക്കെ അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും താഴെയും ലോവർ ലിപ്പിലേക്ക് വന്നാലും ലോവർ ലിപ്പിലും ഈ മുകൾ ഭാഗത്തിന് സമാനമായ രീതിയിലുള്ള മുമ്പിലേക്ക് കൂർത്ത് നിൽക്കുന്ന, എന്നാൽ വശങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വശക്കാഴ്ചയിലേക്കാണ്. മുൻഭാഗത്ത് നമ്മൾ കണ്ടു കാഴ്ചകളൊക്കെ. ഇതൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ പിന്നെയും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. അത് നമുക്ക് ഒരു അരമണിക്കൂർ എപ്പിസോഡിൽ തീരുന്നതല്ല. കുറേയധികം കാര്യങ്ങൾ ഇത് നമ്മൾ എക്സൈറ്റഡ് ആണ് ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ പറയുമ്പോഴും. അപ്പോൾ അതുതന്നെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചൊന്ന് കണ്ടുവരാൻ മാത്രമാണ് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി വശക്കാഴ്ചയിലേക്കാണ് പോകേണ്ടത്. വശക്കാഴ്ചയിലേക്ക് പോകുമ്പോൾ പ്രധാന ആകർഷണം ഈ ഒരു വാഹനത്തിൻ്റെ ടയർ തന്നെയാണ്. 235 പ്രൊഫൈലിലുള്ള 20 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും. അതിൽ തന്നെ മനോഹരമായ ഒരു അലൈസ് ഉണ്ട്. അലയുടെ നടുക്കായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കോർവെറ്റിൻ്റെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. അതാണ് വശക്കാഴ്ചയിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ്. അതാണ്. പിന്നീട് വരികയാണെങ്കിൽ ഈ ഒരു മിററുകളാണ്. മിററുകൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊരു ഡിസൈൻ നൽകി. അതിലാണ് ഈ മിററുകൾ നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിലുള്ള ആ ഒരു മിററുകൾ, അതായത് ബോഡിയോട് ചേർന്ന് നിൽക്കാതെ ഒരു
പോർഷൻ പുറത്തേക്ക് നൽകിയിട്ടുണ്ട്. അതിലാണ് ഈ ഒരു മിററുകൾ നൽകിയിട്ടുള്ളത്. വളരെ മനോഹരം തന്നെയാണ്. പിന്നീട് വശത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് പോർഷനാണ്. അത് വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരികയാണെങ്കിൽ ആ ഒരു എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള പോർഷൻ എയറോഡ് ഡൈനാമിക്സിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഡോർ ഹാൻഡിൽ നൽകി, ഇവിടെ നോക്കിയാൽ കാണില്ല, ഡോർ ഹാൻഡിൽ നൽകി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നൽകിയിട്ടുള്ളത്. അതും വളരെ മനോഹരമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഡിസൈനകത്ത് തന്നെ പ്രത്യേക ഒരു ഡോർ ഹാൻഡിൽ നൽകാതെ അതിനകത്തൊരു സ്വിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വരികയാണെങ്കിൽ ഈ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുൻഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ മസിൽ പെരുപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു പിൻഭാഗത്തും ഉള്ളത് എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ടയറുകളാണ് ഇതിലിപ്പോൾ ഉള്ളത്. ഉപയോഗിച്ചിരിക്കുന്നത് മിഷലിൻ്റെ സ്പോർട്സ് എഡിഷൻ പൈലറ്റ് സ്പോർട്സ് ടയറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 305 30 പ്രൊഫൈലിലുള്ള 20 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പിൻഭാഗത്തെ കാഴ്ചയിലേക്കാണ് വരുന്നത്. പിൻഭാഗത്ത് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. ഈ ഒരു ടെയിൽ ലാമ്പ് നമ്മൾ സാധാരണ പല വാഹനങ്ങൾ കണ്ടതിന് സമാനമായ ടെയിൽ ലാമ്പ് ആണെങ്കിലും പക്ഷേ അത് വളരെ മനോഹരമായ ഡിസൈനാണ്. നമ്മൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ളതിന് സമാനം. അതായത് ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റും ഇതിനകത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഇവിടെയും ഓപ്പൺ ആ ഒരു നെറ്റ് സ്പേസ്, അതും ഈ എഞ്ചിന് നേരത്തെ പറഞ്ഞ മിഡ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനിലേക്ക് ഈ കാറ്റ് കടക്കുന്നതിനും ഒപ്പം തന്നെ എഞ്ചിൻ്റെ ചൂട് പുറത്തേക്ക് തള്ളുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസ് ആണ് അവിടെയും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. താഴേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. ഇരുവശത്തും എക്സോസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നമ്മൾ കേട്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നീട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ഒരു ബൂട്ട് ലിഡ് ഇവിടെ തുറന്ന് കാണിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് മുകളിലായിട്ട് ഒരു സ്റ്റിംഗ്രയുടെ ലോഗോ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ലോഗോ നൽകിയിട്ടുണ്ട്. വളരെ രസമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ കോർവെറ്റ് എന്നൊരു ബാഡ്ജിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി പിൻഭാഗം കണ്ടാൽ നമ്മളൊന്ന് നോക്കി നിന്നു പോകുന്ന ഡിസൈനാണ് ഇതിനുള്ളത് എന്ന് പറയാം. ഒപ്പം തന്നെ ആ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാമറ അവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ റിവേഴ്സ് ക്യാമറ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ പറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഫ്യൂൽ ലിഡ് ഈ ഭാഗത്തായിട്ടാണ് എന്നുള്ളതാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ലിഡ് നൽകിയിട്ടുള്ളത്. ഫ്യൂവലിൽ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ സാധാരണ ഫ്യൂവൽ അല്ല ഫില്ല് ചെയ്യുന്നത്. പെട്രോൾ ആണെങ്കിൽ പോലും നമ്മൾ സാധാരണ നോർമൽ പമ്പിൽ നിന്ന് അടിക്കുന്ന നോർമൽ പെട്രോൾ അല്ല ഇതിൽ ഫില്ല് ചെയ്യുന്നത്. ഇതിൽ XP 95 XP 98 ഒക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വാഹനം സ്ഥിരമായി ഫില്ല് ചെയ്യുന്നത് XP 100 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പ്രീമിയം പെട്രോളാണ്. ഈ വാഹനം ഓടിക്കണം, റോഡിലൂടെ ഓടിച്ച് നോക്കണം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൊണ്ടുവന്ന ആൾ ആരാണോ, അതായത് ആരുടെ പേരിലാണോ ഈ വാഹനം കൊണ്ടുവന്നത് ആ ആൾക്ക് മാത്രമാണ് ഈ ഒരു വാഹനം നിലവിൽ നമ്മുടെ നിരത്തുകളിൽ ഓടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വാഹനം ഓടിച്ചു നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഏതായാലും പുറത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തും നമ്മളെ കുറേ അധികം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിസ്മയിക്കുന്ന ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ വിസ്മയിപ്പിക്കുന്ന ഉൾഭാഗം എന്ന് തന്നെ പറയാം. നമ്മൾ വാഹനത്തിന് പുറം കണ്ടു, അത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ടോണാണ്. അതുപോലെ തന്നെയാണ് വാഹന ഉൾഭാഗവും പൂർണ്ണമായും ഒരു റെഡ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് വാഹന ഉൾഭാഗം ഉള്ളത്. ഇത് പൂർണ്ണമായും ഇതെല്ലാം ലെതറാണ് എന്നുള്ളതാണ്. പ്രത്യേക ടൈപ്പിലുള്ള ലെതറാണ് ഈ വാഹന ഇൻറ്റീരിയർ പൂർണ്ണമായും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ഡ്രൈവർ സെൻട്രിക്കാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാൻ സാധിക്കും. കാരണം പൂർണ്ണമായും ഒരു ഡ്രൈവറിനെ കേന്ദ്രീകരിച്ച് എല്ലാ കൺട്രോളുകളും എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഡ്രൈവർ സൈഡിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ച കാര്യങ്ങളാണ്. ഇപ്പം ഈ ടച്ച് സ്ക്രീൻ അടക്കമുള്ള കാര്യങ്ങൾ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ അടക്കം എല്ലാം ഒരു ഡ്രൈവർ സൈഡിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഐറ്റം. ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ ഒറ്റ
തൊട്ട നടുവിലായിട്ട് ആ ലോഗോയും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. ഒപ്പം തന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നാൽ കുറേയധികം കൺട്രോളുകൾ നമ്മുടെ സാധാരണ വാഹനങ്ങൾ കാണുന്ന ആ രീതിയിലുള്ള കൺട്രോളുകൾ അടക്കം കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വോളിയം കൺട്രോളുകൾ, ബാക്കി ഫോൺ കൺട്രോളുകൾ, വോയിസ് കമാൻഡ് കൺട്രോളുകൾ, ബാക്കി ക്രൂയിസ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു മോഡ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇത് പാഡിൽ ഗിയർ ഷിഫ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, അതിൻ്റെയൊക്കെ ആ ഒരു ജോയ്സ്റ്റിക്കുകളും അവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തെ സംഭവങ്ങൾ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്വിച്ചുണ്ട്, ഇവിടെ കുറേ സ്വിച്ചുകളുണ്ട്. ഒപ്പം ഈ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, ഇവിടെ കുറേ സ്വിച്ചുകളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് പൂർണ്ണമായും ക്ലൈമറ്റ് കൺട്രോളിൻ്റെയാണ്, AC യുടെ സ്വിച്ചുകളാണിത്. പകുതി വരെ ഒരു ഡ്രൈവർ സൈഡും ബാക്കി പകുതി പാസഞ്ചർ സൈഡും, അങ്ങനെ അതായത് കോ പൈലറ്റ് എന്ന് പറയാം, കോ ഡ്രൈവർ എന്ന് പറയാം. അപ്പോൾ ആ ഒരു പാസഞ്ചർ സൈഡിലെ AC യുടെ കൺട്രോളുകളാണ്. വെൻറ്റിലേറ്റഡ് സീറ്റാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടക്കം കൺട്രോളുകളാണ് ഇങ്ങനെ ഇത്രയും നൽകിയിട്ടുള്ളത്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം നമുക്കിതൊന്ന് കൺട്രോൾ, AC യുടെ കൺട്രോളൊക്കെ നോക്കണമെന്നുണ്ട്. പക്ഷേ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്കത് യൂസ്ഡാണ്. ഇങ്ങനെ കൈ വെച്ച് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടേക്കും കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അവിടെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മോഡിൻ്റെ ഒരു സ്വിച്ച് ഇതിനടിയിലായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ ഒരു ഹൈഡായിട്ട് നൽകിയിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു മോഡ് സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. വാഹനത്തിൽ 5 മോഡുകളുണ്ട് പ്രധാനമായും. ആ മോഡുകളൊക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മോഡ് സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മുൻഭാഗത്തെ ക്യാമറയുടെ ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ഹൈറ്റ് കൂട്ടുന്നതിന് കുറയ്ക്കുന്നത്. നമ്മൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു വാഹനത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതിൻ്റെ മോഡ് സ്വിച്ചുകളാണ് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതെല്ലാം അതിൻ്റെയൊക്കെ സമീപത്തുള്ള ആ ഒരു ഫിനിഷ്, ലെതർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായ ഫിനിഷിങ്ങോട് കൂടിയ ലെതറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. 2 കപ്പ് വെക്കാവുന്ന ഹോൾഡർ സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാം ഡ്രൈവർ സെൻട്രിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡ്രൈവറിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസും അപ്പം നമ്മുടെ ഗ്ലോ ബോക്സിനാണെങ്കിലും ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് പാസ്വേഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതകൾ. അത് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഈ ഭാഗത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തെ കൺട്രോൾ സ്വിച്ചുകൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഇവിടെയാണ്. ഈ ഭാഗത്തായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ഉള്ള സംഭവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ആയിട്ടുണ്ട്, കേട്ടോ, ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു വയർലെസ് ചാർജറിനുള്ള സംവിധാനം ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഫോൺ മാത്രമേ വെക്കാൻ പാടുള്ളൂ, മറ്റൊന്നും വെക്കരുത് എന്ന് പ്രത്യേകം അവിടെ ഒരു ഇതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യം തന്നെ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇതിപ്പോൾ ഒരു സ്പോർട്സ് കാറാണ്. നമ്മൾ ഈ വാഹനവുമായി അങ്ങനെ പതുക്കെ പോകാൻ സാധ്യതയില്ല. വളരെ സ്പീഡിൽ പോകുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ടൈറ്റാണ്, ഇവിടുന്ന് പോകാൻ സാധ്യത ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഫോൺ സേഫായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ഈ ഒരു വശം നമ്മൾ പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വശത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത വശത്തേക്കാണ് പോകേണ്ടത്. ഈ വശത്ത് ഈ ഒരു ഡ്രൈവർ സൈഡിൽ ഡോറിലും കുറേയധികം കാര്യങ്ങൾ, സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഡോറിൻ്റെയും നമ്മുടെ വിൻഡോ ഇത് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോപ്പ് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ മെമ്മറി സീറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്യാം. 1 2 3 എന്നുകൊണ്ട് 3 മെമ്മറി സെറ്റ് ചെയ്തിടാൻ പറ്റും. ഇവിടേക്ക് വന്നാൽ ഇവിടെ ഡോറ് ലോക്ക്, അൺലോക്ക്, ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ഇവിടെയാണ്, ഈ ഭാഗത്താണ്. ഇതില്ലേ ഇങ്ങനെ ഇതിൽ ഞെക്കിയിട്ടാണ് ഡോറ് തുറക്കുക. നമ്മൾ മറ്റുള്ള ഇതിലെ പോലെ അല്ല, ഇതിൽ ഈ ഒരു സ്വിച്ചിലാണ് ഡോറ് തുറക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തുറന്നാൽ അത് തുറക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കൺട്രോൾ സ്വിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിനുള്ളതും ഒപ്പം ലോക്കും ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ചും മെമ്മറി സീറ്റും നമ്മളുടെ പാസഞ്ചർ കോ ഡ്രൈവറിൻ്റെ ആ ഒരു ഡോറിലും നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ഭാഗത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ഡോറിലുള്ള സ്പീക്കറിൻ്റെ കാര്യമാണ്. ഇത് ബോസിൻ്റെ പെർഫോമൻസ് സീരീസിലുള്ള സ്പീക്കറുകളാണ്. 2 ഡോറിലും നൽകിയിട്ടുണ്ട് സ്പീക്കർ. ഒപ്പം തന്നെ പിന്നിലും സ്പീക്കർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കൺട്രോൾ കാര്യങ്ങളും സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും ഈ ഇൻറ്റീരിയർ കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് അമർത്തിയാൽ ഈ സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആയി വരും. ഇല്ലേ, ഒരു ഗ്ലോ ബോക്സ്, നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇത് പിന്നെ AC-യുടെ ആ ഒരു വെൻ്റ് ഓപ്പൺ ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്നതിനുള്ളതും അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. അത് ഇവിടെയും നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഒരു നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ സ്വിച്ച് ഇവിടെയും നൽകിയിട്ടുണ്ട്. C8 Stingray Z51-ൻ്റെ കരുത്ത് പകരുന്നത് 6.2 ലിറ്റർ V8 എഞ്ചിനാണ്. ഈ എഞ്ചിൻ യൂണിറ്റ് 501 PS മാക്സ് പവറും 637 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കാൻ കഴിവുള്ളതാണ് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ 8 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ സ്റ്റിംഗ്രേക്ക് വെറും 2.9 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വരെ വേഗത്തിൽ കൈവരിക്കാനാകുമെന്നത് ഏറ്റവും ശ്രദ്ധേയകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വാഹനം ഇന്നിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് മാനും ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ആയിട്ടുള്ള ഡോക്ടർ നിതിനാണ്. ഇതുപോലൊരു വാഹനം അത് ഇന്ത്യയിൽ എനിക്ക് ഒറ്റ പീസേ ഉള്ളൂ ഈ വണ്ടി. ഇപ്പോൾ അത് ഇവിടെ എത്തിക്കാനുള്ളൊരു കാരണം, നമ്മൾ എക്സ്ക്ലൂസീവായിട്ടുള്ള കാറുകൾ ഉപയോഗിക്കുന്നത് മേടിക്കുന്നതും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. കാറിൽ മാത്രമല്ല, ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു എക്സ്ക്ലൂസിവിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ പർട്ടിക്കുലറായിട്ടുള്ളൊരു വണ്ടി എടുത്തത്. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഫെറാറി ആണെങ്കിലും ലംബോർഗിനി ആണെങ്കിലും ബാക്കിയുള്ള മെക്ലാരൻ മുതലുള്ള എല്ലാ സ്പോർട്സ് കാറുകളും ഓൾറെഡി ഒരുപാട് ഓടുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് മാത്രമല്ല, കാറ് പെർഫോമൻസ് വൈസും ബാക്കിയുള്ളതിലും ടോപ്പ് ഓഫ് ദ റേഞ്ച് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കെന്തായാലും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? ഓടിച്ചിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലത്തെ പെർഫോമൻസിലുള്ള ഓടിപ്പും പുറത്തുള്ള പെർഫോമൻസിൽ ഓടിപ്പും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്ത് 308 കിലോമീറ്റർ സ്പീഡിൽ വരെ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത് പറ്റില്ല. നമുക്ക് എല്ലാ റോഡ്സും മോണിറ്റേർഡും കൺട്രോൾഡുമാണ്. ട്രാക്ക് ഡ്രൈവിന് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല. പെർഫോമൻസ് വൈസ് ഭയങ്കര അമേസിംഗ് ആണ്. ഒരു 0 to 100 km/h പോണതിന് 2.6 seconds എടുക്കുള്ളൂ. പിന്നെ 6200 cc എഞ്ചിനാണ്, 8 സിലിണ്ടറാണ്, കൺവെർട്ടിബിളാണ്. അപ്പോൾ ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ, ലക്ഷറി, പവർ എല്ലാം കൂടെ ചേർന്നൊരു കാറാണ്. സേഫ്റ്റി, യെസ് ടോപ്പ് ഓഫ് ദ റേഞ്ച് സേഫ്റ്റി എല്ലാം കൂടെ ചേർന്നൊരു കാറാണ്. അതാണ് ഇതിൻ്റെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റീസൺ. ഇതിൽ നോർമൽ പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ XP 95 അല്ലെങ്കിൽ 100 ആയിരിക്കും യൂസ് ചെയ്യാം അല്ലേ? XP 98 മുകളിലുള്ള ഗ്രേഡാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ മാത്രമേ ഉള്ളൂ XP 100 പെട്രോൾ. അപ്പോൾ ലോങ് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ XP 95 അടിച്ചിട്ട് നമ്മുടെ സെപ്പറേറ്റ് ഒക്ടൈൻ ഫ്യൂവൽ കൊണ്ടുപോകും. എന്നിട്ട് അതിനിട്ട് ടോപ്പപ്പ് ചെയ്യും. അങ്ങനെയാണ് ഓടിക്കാൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് സ്റ്റിംഗ്രേ C8-ൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. ഡിജിഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു അധ്യായത്തിൽ കാണാം. അതുവരേക്കും ബായ്.